ഇങ്ങനെ ഒരുപാട് ഹിപ്പ് എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിക്കൊണ്ട് മോഡൽ ഒരു നല്ല പ്രൊഫഷണൽ ഷോയിലേക്കും എടുക്കില്ല എന്നുള്ള നമ്മൾ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മോഡലിൻ്റെ ഭംഗിയേക്കാൾ ഉപരിയായിക്കൊണ്ട് അവരിട്ടിരിക്കുന്ന ആ ഗാർമെൻറ്റിലേക്കാണ്. ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളോട് ചെറിയ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിൽക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക വീഡിയോ. ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് മോഡൽസിന് റാമ്പിൽ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇയാൾ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ വ്യക്തിനെ മാത്രം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയല്ല കേട്ടോ. ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ ദിവസവും ഇൻസ്റ്റാഗ്രാം റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക, എല്ലാ മോഡൽസിനോടും ഒരിക്കലും ഒരു റാമ്പിൽ പോലും ഒരു മോഡൽസും ഇങ്ങനെ വോക്ക് ചെയ്യില്ല. സപ്പോസ് ഇങ്ങനെ വോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം മോഡൽസുകളെ ഒരു നല്ല പ്രൊഫഷണൽ ഷോയിലേക്കും എടുക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഞാനിപ്പോൾ ഒരു 1-2 വീഡിയോസ് നിങ്ങൾക്ക് മോഡൽസ് വോക്ക് ചെയ്യുന്ന വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോ. അപ്പോൾ ഞാനിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന ഈ 2 വീഡിയോയും ഒന്ന് പിന്നെ എൻ്റെ തന്നെ ഷോ ആണ് മലബാർ ബ്രൈഡൽ ഫാഷൻ വീക്ക്. 2 ഇന്ത്യയിലെ വലിയൊരു ഫാഷൻ വീക്കാണ് ടൈംസ് ഫാഷൻ വീക്ക്. ആ ടൈംസ് ഫാഷൻ വീക്കിൽ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽസ് എന്ത് എലഗൻ്റ് ആയിട്ടാണ്, എന്ത് ഭംഗിയായിട്ടാണ് അവർ റാമ്പിൽ വോക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. നമ്മൾ അവർ വോക്ക് ചെയ്യുന്ന സമയത്ത് ആ മോഡലിൻ്റെ ഭംഗിയേക്കാൾ ഉപരിയായിക്കൊണ്ട് അവരിട്ടിരിക്കുന്ന ആ ഗാർമെൻറ്റിലേക്കാണ് നമ്മളെ കണ്ടു പോവുക. അതാണ് ഒരു മോഡലിൻ്റെ വോക്കിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആരെയും കളിയാക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല. നമ്മളൊക്കെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഒന്നും അറിയാതെ തന്നെയായിരുന്നു. പിന്നീട് ഒരുപാട് നടന്നും കണ്ടും കേട്ടും പോയിരുന്നിട്ടൊക്കെ പഠിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കണം, നിങ്ങളൊക്കെ നന്നായി കൊറിയോഗ്രാഫി ചെയ്യണം, നിങ്ങളൊക്കെ നാളത്തെ നല്ല ഷോ ഡയറക്ടറായി വരണം. എല്ലാം നിങ്ങളെല്ലാവരും ചെയ്യണം. ചെയ്യുന്നത് നല്ലതായി ചെയ്യുക, ശരിയായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചും കണ്ടും അവർ അസിസ്റ്റൻ്റായിട്ട് പോയി നിന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഇൻഡസ്ട്രിയിൽ നല്ല വൃത്തിയിൽ ഒരുപാട് നല്ല മോഡൽസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഇപ്പോൾ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുത്തതാണെങ്കിലും വേറെ ആര് ട്രെയിൻ ചെയ്തെടുത്താണെങ്കിലും നല്ല ഷൂസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ മോഡൽസുകൾ നമുക്ക് റാമ്പിൽ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് എനിക്കറിയുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ അത് ഏറ്റെടുക്കാം.